റോസ്ന സിമ്പിൾ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് നുറുക്ക് ഗോതമ്പൊക്കെ വെച്ചിട്ടുള്ളൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി വെച്ചത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയിട്ട് നമ്മളത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പായസം ഏകദേശം ഈ അളവിലെടുത്താൽ ഏകദേശം ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 3 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഒരു 2 വിസിൽ, ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് ഒരു വിസിലും കൂടിയും വെച്ച് നമ്മളതിനെ വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയും പഴമാണ്. ശർക്കര ഇവിടെ ഞാനൊരു 3 ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ 2 പഴം എടുത്തിട്ടുണ്ട്. പഴം ഏത് പഴമാവാം, നേന്ത്രപ്പഴം ആവാം. ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 4 ഏലക്കായും ചെറിയൊരു പീസ് ചുക്കും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയും കൂട്ടിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നെയ്യ് ചൂടായതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ നമുക്കൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും മറക്കരുത്. നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, അതും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂത്ത് വറുത്ത് കോരിയിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ പഴം ഒന്ന് വാട്ടിയെടുക്കണം. ഞാനിപ്പോൾ 2 ചെറുപഴമാണല്ലോ എടുത്തിരിക്കുന്നത്. അതിന് പകരം ചെറുപഴത്തിന് പകരം നേന്ത്രപ്പഴം എടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂട്ടിയെടുക്കാം. അതും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഈത്തപ്പഴവും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നെയ്യ് കിടന്നിട്ട്, നെയ്യ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതായതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അത് രണ്ടും കൂടി ഒന്ന് തിളച്ച് യോജിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഏറ്റവും കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം പാലൊഴിക്കുക. പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും എടുക്കാം കേട്ടോ. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പശുവും പാൽ ഉപയോഗിക്കുന്നത്. ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് പായസമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചുക്ക്, ഏലക്കായ, പഞ്ചസാര ഒക്കെ കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.